കാസർഗോഡ് ജില്ലയിലെ ഈ മഹാവിദ്യാർത്ഥി സമ്മേളനത്തിനും റാലിക്കും നായകത്വം നൽകിയ ഈ ജില്ലയുടെ അമരക്കാർ പ്രിയങ്കരനായ സയ്യിദ് തോഹ തങ്ങളും സവാദ് അങ്കടിമുകളും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാർ ഈ ജില്ലയിൽ നിന്ന് സംസ്ഥാന MSFൻ്റെ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ 2 സഹപ്രവർത്തകന്മാർ, സംസ്ഥാന MSFൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രൗഢോജ്വലമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അനസ് എതിർത്തോടും ഇർഷാദ് മുഗ്രാലും, MSFൻ്റെ സംസ്ഥാന ട്രഷറർ അഷർ പെരുമുക്ക്, കാസർഗോഡ് ജില്ലയുടെ ചുമതല വഹിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളെ പ്രൗഢമായി മുന്നോട്ട് നയിക്കുന്ന ഈ ജില്ലയുടെ നിരീക്ഷകൻ പ്രിയപ്പെട്ട അഖിൽ കുമാർ ആനക്കയം, എനിക്ക് പിറകിലുള്ള പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെ സമാധാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട AK അഷ്റഫ് MLA ഉൾപ്പെടെ ഹരിതയുടെ ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഷഹീദ് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ ഒരുപിടി നേതാക്കന്മാർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൽ 6,36,636 അംഗങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മൾ പൂർത്തീകരിച്ചത്. ഇതൊരു സമ്മേളന കാലമാണ്. ഒരുപക്ഷേ കാസർഗോഡ് ജില്ലയുടെ സൗന്ദര്യം, കാസർഗോഡ് ജില്ലയുടെ പാരമ്പര്യം, കാസർഗോഡ് ജില്ലയുടെ പ്രൗഢി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബേക്കൽ കോട്ടയാണെങ്കിൽ അലയടിക്കുന്ന അറബിക്കടലിലെ തിരമാലയും മറികടന്നുകൊണ്ട് വർത്തമാനകാലത്തും ആ ബേക്കൽ കോട്ട നിങ്ങളുടെ മണ്ണിൽ സൗന്ദര്യമായി നിലനിൽക്കുന്നുവെങ്കിൽ ഇന്നിൻ്റെ സായാഹ്നം ഉറപ്പിച്ച് പറയുന്നു, ആ ബേക്കൽ കോട്ട പോലെ തകർക്കാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് കാസർഗോഡ് ജില്ലയ്ക്ക് MSF എന്ന് പറയുന്ന ഈ ത്രിയാക്ഷരങ്ങളെന്ന് അടയാളപ്പെടുത്തിയ സായാഹ്നമാണ് ഇന്നിൻ്റെ സായാഹ്നമെന്ന് പറയാതിരിക്കാനാവില്ല. അതിന് നേതൃത്വം കൊടുത്ത ഈ ജില്ലയുടെ അമരക്കാർ എനിക്ക് പിറകിലിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രസിഡന്റുമാരായി, സെക്രട്ടറിമാരായി, അതിന് സഹപ്രവർത്തകരെല്ലാം കഴിഞ്ഞ 1 മാസക്കാലം അശ്രാന്ത പരിശ്രമം നടത്തിയാണ് ഈ ജില്ലയുടെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം ലീഗിനെ ഇത്രമേൽ ശോഭമാണ് എന്ന് ഈ സായാഹ്നത്തിൽ കാസർഗോഡിൻ്റെ നഗരമധ്യത്തിൽ ഓർമ്മപ്പെടുത്താൻ സാധ്യമായത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത്, MSF ആവുക എന്ന് പറഞ്ഞാൽ, MSFൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ധാർമ്മിക സംഘത്തിൻ്റെ ഭാഗമാകുക എന്നതാണ്. നിന്നിലൊരു മാറ്റായ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നതാണ് MSFകാരനാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒരു നല്ല ചെറുപ്പക്കാരനായി, ഒരു നല്ല കൗമാരക്കാരനായി നിന്നെ രൂപപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായ പ്രക്രിയയെ, സാമൂഹികമായ പ്രക്രിയയാണ് MSFൻ്റെ കാലഘട്ടം വിഭാവനം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു ചെറുപ്പം, ഒരു കൗമാരം, അത് ഈ നാടിനും നാട്ടുകാർക്കും ഈ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം ഗുണകരമാകുന്ന രൂപത്തിലേക്ക് ഒരു ചെറുപ്പത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് MSFൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ നിർവഹിക്കപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന MSFൻ്റെ സമാധാനരായ സഹപ്രവർത്തകന്മാർ, എൻ്റെ പ്രിയങ്കരായ നേതാക്കന്മാർ, ഈ ജില്ലയിലെ അമരക്കാരായ നേതാക്കന്മാർ, നിങ്ങളുടെ മുഴുവൻ ഈ സംഘടനാ തിരഞ്ഞെടുപ്പിന്, ഈ സംഘടനാ കാലഘട്ടങ്ങളിൽ, സമ്മേളന കാലഘട്ടങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഐഡിയൽ റോൾ മോഡലുകളാവുക എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം. നിങ്ങൾ റോൾ മോഡലുകളായി മാറുക. ഒരുപക്ഷേ മലയാളക്കരയിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ റോൾ മോഡലുകളായി MSFകാരൻ മാറുക എന്ന സന്ദേശത്തെയാണ് ഈ സമ്മേളനം കൈമാറാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കടന്നു വന്ന പാതകൾ, ഈ കാസർഗോഡിൻ്റെ തെരുവോരങ്ങൾ, നിങ്ങൾ കടന്നു വരുമ്പോൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ല് ചീളുകൾ ആ തെരുവോരങ്ങൾ നിങ്ങൾക്ക് കാണാം. അതൊരു പക്ഷേ കൈകൊണ്ടെടുത്താൽ കൈക്ക് മുറിവ് പറ്റിയേക്കാം. ആ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ല് ചീളുകൾ ഒരു ശില്പിയുടെ കയ്യിൽ ലഭിച്ചാൽ അത് മനോഹരമായ ശില്പമാണ്. കാസർഗോഡിൻ്റെ നഗരമധ്യത്തിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള, അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ആ കരിങ്കല്ല് ചീള് ഒരു ശില്പിയുടെ കയ്യിൽ ലഭിച്ചാൽ അത് മനോഹരമായ ഒരു ശില്പമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിലെ അലമാറയിലാണ് ആ തെരുവിൽ നിന്ന് ആ ശില്പത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഞാൻ കാസർഗോഡെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ അണിനിരത്തിക്കൊണ്ട് ഈ റാലിക്ക് നേതൃത്വം കൊടുത്ത MSFൻ്റെ സഹപ്രവർത്തകന്മാരോട് പറയുന്നത്, ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന ഈ കാസർഗോഡ് ജില്ലയിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ അലമാറയിലെ ശില്പങ്ങളായി MSFകാരായ വിദ്യാർത്ഥികൾ മാറേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ ഈ സമ്മേളന കാലയളവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. MSF ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില രൂപപ്പെടുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ മുദ്രാവാക്യങ്ങളും എനിക്കും നിങ്ങൾക്കും വിളിക്കേണ്ടതല്ല. കാലത്തിൻ്റെ കുത്തൊഴുപ്പിനൊപ്പം, ദിശ തെറ്റിയൊഴുകുന്ന കാലത്തിൻ്റെ കുത്തൊഴുപ്പിനൊപ്പം ഒഴുകിപ്പോകേണ്ടവൻ്റെ പേരല്ല MSFകാരെന്ന് പറയുന്നത്. ദിശ തെറ്റിയൊഴുകുന്ന കാലത്തിന് നേരെ തിരിഞ്ഞു നിന്ന് ഇത് നിന്റെ ദിശയല്ലെന്നും അവിടെ നേർദിശ കാണിക്കാനുള്ള ആർജവത്തിൻ്റെ പേരാണ് MSF എന്ന 3 അക്ഷരമെന്ന് കുറിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. സ്വിം അഗൈൻസ്റ്റ് ദി ടൈഡ്, ഒഴുകുന്ന ഒഴുക്കിനെതിരെയല്ല, അതിനെതിരെ നീന്തിക്കിടക്കാൻ
പ്രാപ്തിയുള്ളവന്റെ പേരാണ് MSF കാരനെന്ന് ഉറക്കെ പറയാൻ നിങ്ങൾക്ക് സാധ്യമാവുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ സായാഹ്നത്തിൽ കാസർഗോഡിന്റെ ഏതെങ്കിലും തെരുവിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ചൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ആയിരക്കണക്കിന് പേർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ആയിരക്കണക്കിന് പേർ കയ്യടികൾ നൽകുമ്പോൾ, ആ കയ്യടികളോ മുദ്രാവാക്യങ്ങളോ 1000 പേരിൽ ഒരുവനായി നീ നിൽക്കുന്ന സമയത്തും, നീ വിളിച്ചാലും വിളിക്കാതിരുന്നാലും കാസർഗോഡിന്റെ അന്തരീക്ഷത്തിന്റെ ശബ്ദമയത്തിൽ അത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും എനിക്ക് വിളിക്കേണ്ട മുദ്രാവാക്യം മാത്രമേ ഞാൻ വിളിക്കൂ എന്നും, എനിക്ക് വിളിക്കേണ്ടാത്ത മുദ്രാവാക്യമാണെങ്കിൽ നിശബ്ദത കൊണ്ട് ഞാൻ പ്രതികരിക്കുമെന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ പേരായി MSF കാരനെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഞാൻ പ്രിയപ്പെട്ട MSF കാരോട് പറയുന്നത്, ഒരു പുതിയ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എലോൺ മസ്ക് ഭൂമി വിട്ട് മറ്റൊരു ഭൂമിയിലേക്ക് നിങ്ങൾക്ക് താമസിക്കാമെന്ന് പ്രഖ്യാപനം നടത്തിയ ഒരു വർത്തമാന കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ ടെക്നോളജിയുടെ വിപ്ലവം നടന്ന ഒരു വർത്തമാന കാലത്ത്, ആ കാലത്താണ് നിലപാട് പറഞ്ഞൊരു സംഘടന മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം DYFIയുടെ പ്രസിഡന്റ് കോഴിക്കോട് ഒരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കാലത്ത്, ഏതു കാലത്ത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI ടെക്നോളജിയിൽ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് MSF എന്ന് പറയുന്ന സംഘടനയുടെ കൊടി പിടിക്കാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ വരിക എന്ന് DYFIയുടെ പ്രസിഡന്റ് വസീഫ് ചോദിക്കുമ്പോൾ, കാസർകോട്ടെ DYFIക്കാരോട് SFIക്കാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ AI ടെക്നോളജിയുടെ കാലത്ത് അനന്തപുരിയിലെ അധികാരത്തിന്റെ കെട്ടുപാണ്ഡവങ്ങൾ കൊണ്ട് നിങ്ങൾ മൂടി വെച്ചിട്ടുള്ള കേരള സർവകലാശാലയിൽ SFI കയ്യിൽ വെച്ച സെനറ്റ് അത് പിടിച്ചെടുത്ത കാലമാണ് MSFന്റെ വർത്തമാനകാലം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഈ കൊടി പിടിക്കാൻ ആരുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ, അധികാരം കൊണ്ട് 10 വർഷക്കാലം അധികാരം കൊണ്ട് നിങ്ങൾ കെട്ടിപ്പൊടി വെച്ചിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല 8 വർഷങ്ങൾക്കിപ്പുറം അധികാരം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ളപ്പോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോ, സകലமான MLA-മാരും നിങ്ങളുടെ കയ്യിലുള്ളപ്പോ, VC-യും രജിസ്ട്രാറും നിങ്ങളാകുമ്പോ, അധികാരത്തിന്റെ സർവ്വതും നിങ്ങളായി നിൽക്കുമ്പോഴും ചവിട്ടി തുറന്ന് CH-ന്റെ പതാകയെ ആ സർവകലാശാലയിൽ പാറിച്ച കാലത്താണ് ഞങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ സർവകലാശാല, ആ സർവകലാശാല രൂപീകരിച്ച് നാളിതുവരെ മറ്റൊരു സംഘടനയും വിജയിച്ചിട്ടില്ല. ആ സർവകലാശാല രൂപീകരിച്ച് ഈ നാളിതുവരെ മറ്റൊരു സംഘടനയും ആ സർവകലാശാലയുടെ ഭരണ പങ്കാളിത്തം വഹിച്ചിട്ടില്ല. എന്നാൽ DYFIയുടെ പ്രസിഡന്റ് കേൾക്കണം, ആരുണ്ടാകും ഈ കാലത്ത് MSFന്റെ കൊടി പിടിക്കാനെന്ന് നിങ്ങൾ ചോദിച്ചുവെങ്കിൽ, ആ കുഹാസ് എന്ന് പറയുന്ന ആരോഗ്യ സർവകലാശാലയിൽ ആരുമില്ലാതെ, മുന്നണിയില്ലാതെ ഒറ്റയ്ക്ക് ഭരണ പങ്കാളിത്തം വഹിക്കുന്ന സംഘടനയുടെ പേരാണ് MSF. നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന്, എങ്ങനെയാണ് എറണാകുളം ജില്ല കോൺഗ്രസിന്, എന്ന പോലെയാണ് കണ്ണൂർ ജില്ല CPM-ന്. നിങ്ങളുടെ ചെങ്കോട്ടയായ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് 2 സെനറ്റ് മെമ്പർമാരുള്ള കാലത്താണ് ഈ കൊടി പിടിക്കാൻ ആരുണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് കാസർഗോഡാണ്. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ത്വഹാ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ, കാസർകോട്ടെ കോട്ടക്കൊത്തകളങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ഇവിടുത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഈ ദ്വിവർണ്ണ പതാക പാറുന്ന കാലത്ത്, എന്തിനേറെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് MSFന് സാധ്യമല്ലാത്ത കാലത്ത്, ഈ ജില്ലാ MSFന്റെ നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമത്തിൽ, പ്രിയപ്പെട്ട അനസിന്റെയും ഇർഷാദിന്റെയും നേതൃത്വത്തിൽ അവിടെയും അക്കൗണ്ട് തുറന്ന കാലത്താണ് MSFന്റെ കൊടി പിടിക്കാൻ ആര് എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, ഞങ്ങൾ പറയുന്നത്, നിലപാട് പറഞ്ഞ്, പറയേണ്ടത് പറഞ്ഞും പറയേണ്ടാത്തവിടുത്തെ മൗനം പാലിച്ചും ഈ പതാകയെ ആഘോഷത്തോളം പാറിപ്പറക്കുന്ന കാലത്താണ് നിങ്ങൾ ഈ കൊടി പിടിക്കാൻ ആര് എന്ന് ചോദിച്ചത്. ഞാൻ DYFIയുടെ പ്രസിഡന്റിന് 5 ചെറുപ്പക്കാരെ ഓർമ്മപ്പെടുത്തി തരാം. അത് കൂത്തുപറമ്പിലെ നിങ്ങളുടെ പഞ്ചനക്ഷത്രങ്ങളാണ്. നിങ്ങൾ ജീവൻ സമർപ്പിച്ച കൂത്തുപറമ്പിലെ ആ പഞ്ചനക്ഷത്രങ്ങൾ നിങ്ങൾ വിളിക്കുന്ന 5 രക്തനക്ഷത്രങ്ങൾ, അത് പരിയാരം മെഡിക്കൽ കോളേജിന് വേണ്ടി നിങ്ങൾ നൽകിയ ജീവിതങ്ങളാണ്. DYFIയുടെ പ്രസിഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് MSFന്റെ കൊടി പിടിക്കാൻ ആര് എന്ന് ചോദിക്കുന്നുവെങ്കിൽ, 5 ജീവൻ സമർപ്പിച്ച് നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഭരിക്കുന്ന സംഘടനയുടെ പേര് MSF ആണ് എന്ന് DYFI ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, നിലപാട് പറയേണ്ടടുത്ത് പറഞ്ഞ്, നിലപാട് പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ഞങ്ങൾ ഈ വിജയങ്ങൾ നേടിയെടുത്തു. ഒരു ഘട്ടത്തിലും ഞങ്ങൾ നിലപാടുകൾ തിരുത്തിയിട്ടില്ല, ഒരു ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിച്ചിട്ടില്ല. ഇവിടെ MSFന്റെ ഹരിതയുടെ സഹപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിങ്ങളെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, ഞങ്ങൾ അവിടെ വന്നിരുന്നു. പർദ്ദ ധരിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ, കറുത്ത പർദ്ദ ധരിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ഹാലിളകുന്ന പ്രിൻസിപ്പലുള്ള സമയത്ത് ആ കോളേജിലേക്ക് ഞങ്ങൾ വന്നിരുന്നു. ആ പ്രിൻസിപ്പലിന്റെ മൂക്കിന് ചുവട്ടിൽ ഈ പർദ്ദ ധരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുമെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല, ആ കോളേജിന്റെ ഭരണം നേടിയെടുക്കുക കൂടി ചെയ്ത സംഘടനയുടെ പേരാണ് MSF എന്ന 3 അക്ഷരം എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, നിലപാട് സ്വീകരിക്കേണ്ടടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഏതു കാലത്താണ് ഉത്തരവാദിത്ത ബോധമുള്ള വിവാഹ ബന്ധങ്ങൾ, അതിലൂടെ രൂപപ്പെട്ടു വരുന്ന കുടുംബ ബന്ധങ്ങൾ, അതിനപ്പുറത്തേക്ക് വേണ്ടത് ബാധ്യതകൾ ഏതുമില്ലാത്ത സഹജീവിതമാണ് എന്ന് SFI-കാരൻ ക്യാമ്പസിൽ പറഞ്ഞപ്പോൾ, അല്ല, പവിത്രമായ വിവാഹമാണ്, അതിലൂടെ വരുന്ന കുടുംബജീവിതമാണ് വേണ്ടത് എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ വിജയങ്ങൾ നേടിയെടുത്തത്. കൗമാരാവകാശം എന്ന് പറഞ്ഞാൽ അത് രക്ഷകർത്താ നിരാകരണമാണെന്നും അതിൻ്റെ മൈത്രേയൻ സന്ദേശങ്ങളെ ക്യാമ്പസിലേക്ക് SFI കൊണ്ടുവരുമ്പോൾ, അല്ല, മാതാവിൻ്റെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാമിൻ്റെ വാക്യത്തെ തന്നെ ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പസിൽ ഞങ്ങൾ ഈ പതാകയെ വാനിൽ ഉയർത്തിയത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട DYFI-യോടും SFI-യോടും പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സഹോദരിമാർ അവർ ഹിജാബ് ധരിച്ചാൽ അവർ പരിഷ്കാരമില്ലാത്തവർ, അവർ പാതി ഹിജാബ് ധരിച്ചാൽ അർദ്ധ പരിഷ്കാരികൾ, അവർ ഹിജാബ് ധരിക്കാതിരുന്നാൽ അവർ പരിഷ്കാരികൾ എന്ന ഒരു നരേഷനെ നിങ്ങൾ ക്യാമ്പസിൽ കൊണ്ടുവരുമ്പോൾ, അവർ ഹിജാബ് ധരിക്കാൻ അവകാശപ്പെട്ടവരെങ്കിൽ അവർക്ക് ഹിജാബ് ധരിക്കാനും, നെറ്റിത്തടത്തിൽ പൊട്ടുതൊടാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അവർക്ക് കുറി ധരിക്കാനും, കഴുത്തിൽ മാലയണിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കാമെങ്കിൽ അതിനും അവകാശം നൽകി അവർക്ക് 3 പേർക്കും പിടിക്കാവുന്ന കൊടിയാണ് MSF-ന്റെ ത്രിവർണ്ണ പതാക എന്ന് അടയാളപ്പെടുത്തിയ കാലത്താണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എൻ്റെ സഹപ്രവർത്തകൻ അഖിൽ ഇവിടെയുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ചുമതല വഹിക്കുന്നത് അഖിൽ കുമാർ ആനക്കയമാണ്. എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരുമ്പോൾ നെറ്റിത്തടത്തിലെ കുറിമായിട്ടല്ല MSF-ന്റെ കൊടി പിടിക്കുന്നത്, അവൻ്റെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ കൊടി പിടിക്കുന്നത്. അവൻ സംസ്ഥാന MSF-ന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സെക്രട്ടറി PK ഫിറോസ് സാഹിബ് പറഞ്ഞില്ലേ, ജനറൽ ന്യൂട്രാലിറ്റി തിയറി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ഉൾവലിഞ്ഞിട്ടല്ല, അതിനെ എതിർത്തുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടന്നുപോയ കാലത്താണ് ഞങ്ങളുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട SFI-യുടെ നേതാക്കന്മാരെ ഓർമ്മപ്പെടുന്നത്, കലാലയത്തിൽ 10 വർഷത്തിന്റെ ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ സർവകലാശാല ലൈബ്രറികളിലേക്ക്, കോളേജ് ലൈബ്രറികളിലേക്ക് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ, സാം ഹാരിൻസിന്റെ പുസ്തകങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ഹിച്ചാർഡ്സിന്റെ പുസ്തകങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ, നിരീശ്വര ചിന്തകൾ സമ്മാനിക്കുന്ന ഡാനിയൽ ബെനറ്റിന്റെ പുസ്തകങ്ങളെ നിങ്ങൾ കോളേജുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ, സർവകലാശാലകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, ഒരു പേജിന് മറുപേജില്ലാത്ത, ഒരു വരിക്ക് മറുവരിയില്ലാത്ത, നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളെ ഉയർത്തിപ്പിടിച്ചു തന്നെ വർത്തമാനകാലത്ത് ഈ പതാകയെ ആകാശത്തോളം ഉയർത്താൻ സാധ്യമായി എന്ന ആത്മാഭിമാനത്തിലാണ് ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കലാലയത്തിന്റെ ചുവരുകളിൽ നഗ്ന ചിത്രങ്ങൾ വരച്ചു വെച്ചവർ, അവിടെ പുതിയ മുദ്രാവാക്യങ്ങൾ വരച്ചവർ, അവർ റോബസ്റ്റ് ഫ്രോസ്റ്റിന്റെ കവിതകൾ കൊണ്ട്, വെസ്റ്റേൺ കവിതകൾ കൊണ്ട് കേരളത്തിന്റെ കലാലയങ്ങൾ ചുവരുകൾ നിറച്ചു വെച്ചപ്പോൾ റോബസ്റ്റ് ഫ്രോസ്റ്റിന്റെ കവിതകൾ മായ്ക്കണമെന്നല്ല MSF പറഞ്ഞത്. ഫറസ്തക്കിന്റെയും ഇഖ്ബാലിന്റെയും കവിതകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയുന്ന സർഗാത്മക വിദ്യാർത്ഥിത്വത്തിന്റെ പേരാണ് MSF എന്ന് പറയാൻ സാധ്യമായ കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് എൻ്റെ MSF-ന്റെ സഹപ്രവർത്തകരോട് പറയുന്നത്, ആത്മാഭിമാനത്തോടു കൂടി ഈ പതാകയെ മുറുകെ പിടിക്കുക. നോക്കൂ, നിങ്ങൾ 942-ൽ ഈ സംഘടനയുടെ ആദ്യത്തെ യോഗം കോഴിക്കോട്ടെ ഹിമായത്ത് ഇസ്ലാം മദ്രസയിൽ നമ്മൾ ആരംഭിക്കുന്ന ഒരു ഘട്ടം, ആദ്യത്തെ യോഗം നമ്മൾ ആരംഭിക്കുന്ന ഒരു ഘട്ടം ഏതു കാലത്താണ്? 942. ഉത്തര മലബാറിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മലബാറിലെ ഈ സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ അക്ഷര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 4% മാത്രം. ഈ പിറകിലെ ബാനർ വായിക്കാൻ കഴിയുന്ന 100 പേരിൽ 4 പേര് മാത്രമുള്ള 942-ന്റെ ഇരുണ്ട കാലത്ത് അഭിമന്യനായ KMCD സാഹിബ് അവിടുത്തെ മാപ്പിള സമൂഹത്തിന്റെ പേരക്കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒരുമിച്ചിരിക്കണം. എവിടെ ഇരിക്കണം? ഹിമായത്ത് ഇസ്ലാം മദ്രസക്കകത്ത് ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ അങ്കണത്തിലേക്ക് ആ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അഭിമന്യനായ CD സാഹിബ് പറഞ്ഞു, നിങ്ങൾക്കൊരു പതാകയുണ്ട്, നിങ്ങൾക്കൊരു പതാകയുണ്ട്, നിങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട്. CD സാഹിബ് പറഞ്ഞു കൊടുത്തു, നിന്റെ പതാക MSF-ന്റെ 3 അക്ഷരങ്ങൾ ചേർത്ത് വെച്ച അർദ്ധചന്ദ്രാങ്കിത നക്ഷത്രാങ്കിത ഹരിതധവളിമ പതാകയാണ്. നിനക്കൊരു മുദ്രാവാക്യമുണ്ട്. അത് പ്രണയമല്ല, അത് പോരാട്ടമല്ല, അത് ഭ്രാന്തമായ മറ്റൊന്നുമല്ല. പിന്നെയോ, അത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യമാണ്. 942-ൽ പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ MSF-കാരൻ്റെ മലബാറിലെ മാപ്പിളയുടെ അക്ഷരസാക്ഷരത എന്ന് പറയുന്നത് 4% ഇന്ന് മലബാർ ചോദിക്കുന്നു, കാലിക്കറ്റ് സർവകലാശാല വിഭജിച്ച് ഞങ്ങൾക്കൊരു പുതിയ സർവകലാശാല തരുമെന്ന്, കണ്ണൂർ സർവകലാശാല മാറ്റി നിർത്ത് കാസർഗോഡിന് പുതിയ സർവകലാശാല തരുമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. മലബാറിലെ MSF-ന്റെ പ്രവർത്തകന്മാർ, ഞങ്ങൾക്ക് പഠിക്കാൻ കോളേജുകളില്ലാത്ത വിധം ഈ ജില്ലകൾ ഈ മലബാർ പ്രദേശങ്ങൾ തിങ്ങി നിൽക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ ആ വിപ്ലവത്തിന്റെ പേരാണ് MSF-ന്റെ മുദ്രാവാക്യമായ 3 അക്ഷരം. അത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നതാണ്.
ആദ്യത്തെ യോഗത്തിൽ, ഒരു സംഘടനയുടെ ആദ്യത്തെ യോഗത്തിൽ ആദ്യത്തെ തീരുമാനം MSF-കാരൻ നിങ്ങൾ കേൾക്കണം. മിനിറ്റ്സിൽ ആദ്യമായി തീരുമാനം എഴുതി വെക്കുകയാണ്. അഭിമന്യനായ അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ തീരുമാനം എഴുതി വെക്കുക. CD സാഹിബിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ തീരുമാനം എഴുതി വെക്കുകയാണ്. മലയാള അക്ഷരങ്ങൾ വായിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് മുൻപിലേക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ സ്കൂളുകളിലേക്ക് പോകാൻ പണം കൊടുത്ത് പഠിക്കേണ്ട കാലത്ത് അവന് സ്കോളർഷിപ്പ് കൊടുക്കുക, അത് നിന്റെ അജണ്ടയാണ് എന്ന് എഴുതി വെച്ച ഒരു സംഘടന. കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് പോകാൻ അവന് സ്കോളർഷിപ്പ് തുക കൊടുക്കുന്നത് അത് നിന്റെ അജണ്ടയാണ് എന്ന് ഒന്നാമതായി എഴുതി വെക്കപ്പെട്ട ഒരു സംഘടന. ആ കൊടി പിടിച്ച് വളർന്നു വന്ന അഭിമന്യനായ CH, ആ മുദ്രാവാക്യം വിളിച്ച് വളർന്നു വന്ന അഭിമന്യനായ CH, ആ CH നിയമസഭയിലെത്തി. ആ CH വിദ്യാഭ്യാസ മന്ത്രിയായി അഭിമന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഓർത്തെടുത്തു. ഞാൻ ആദ്യമായി MSF-ന്റെ കൊടി പിടിച്ചപ്പോൾ എൻ്റെ നേതാവ് CD സാഹിബ് പറഞ്ഞത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാണ്. അവിടെ നിർത്തിയില്ല. പഠിക്കാൻ പണമില്ലാത്തവന് നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കണമെന്നാണ് അഭിമന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ 1 മുതൽ 10 വരെ ഈ മലയാളക്കരയിൽ MSF-കാർക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം ഇന്ന് നേടുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് MSF എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ 3 അക്ഷരം വിളിച്ച CH മുഹമ്മദ് കോയ എന്ന എന്റെയും നിങ്ങളുടെയും നേതാവാണ്. MSF-ന്റെ സംഭാവനയാണ്. അവിടെയും തീർന്നില്ല. നോക്കൂ നിങ്ങൾ, +1 +2 സമ്പൂർണ്ണ സൗജന്യമുള്ള നാടാണ്. പ്രിയപ്പെട്ട അഷറും അഖിലൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ജയിലിൽ പോയവരാണ്. പ്രിയപ്പെട്ട അനസും അർഷദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വലിയ സമര പോരാട്ടം നയിച്ചു. +1 സീറ്റ് വേണം, മലബാറിൽ സീറ്റ് കുറവുണ്ട്. ഞങ്ങൾ ജയിലിൽ പോയി ജാമ്യത്തിന് കൊടുക്കുമ്പോൾ അവിടുന്ന് കോടതി ചോദിച്ചു ഇവർ ചെയ്ത തെറ്റെന്താണ്. കോടതിയിൽ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു ഗവൺമെന്റ് ഓഫീസുകൾ താഴിട്ട് പൂട്ടിയതാണ്. എന്തിനാണ്? മറുപടി പറഞ്ഞു +1 10ാം ക്ലാസ്സിൽ ജയിച്ച കുട്ടികൾക്ക്, ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല. കോടതി പറഞ്ഞൊരു മറുപടിയുണ്ട്, MSF-കാരെ നിങ്ങൾ പിടിച്ച കൊടി തെറ്റിയിട്ടില്ല, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം തെറ്റിയിട്ടില്ല. കോടതി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കോടതി പറഞ്ഞു ഫുൾ A+ കിട്ടിയവർക്കല്ല, 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് മുഴുവൻ ഈ കേരളക്കരയിൽ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആ കുട്ടിയുടെ ബാപ്പക്കല്ല, ആ കുട്ടിയുടെ ഉമ്മക്കല്ല, അത് കേരള ഗവൺമെന്റിനാണ്. സൗജന്യവും സമ്പൂർണ്ണവുമായ സാക്ഷരതാ വിദ്യാഭ്യാസം പാസ്സാക്കിയ നാടിന്റെ പേരാണ് കേരളം. അത് പാസ്സാക്കിയത് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഒരേ ഒരു സംഘടനയുടെ കത്ത് അതാണ് അതിന് റെഫറൻസായി ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ വെച്ചത്. ആ സംഘടനയുടെ പേര് MSF എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അഭിമാന രാഷ്ട്രീയത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കിലോമീറ്ററുകൾ നടന്ന് തോളിലൊരു കൊടി വെച്ച് നിങ്ങൾ നടന്നു വരുമ്പോൾ പിടിച്ച കൊടി തെറ്റിപ്പോയിട്ടില്ല, വിളിച്ച മുദ്രാവാക്യം തെറ്റിപ്പോയിട്ടില്ല. ഈ നാടിന് ആത്മാഭിമാനം നൽകിയത് ഈ പതാകയാണ്. ഇത് മാത്രമാണോ? നിങ്ങൾ ഓരോ സർവകലാശാലകളും എടുത്ത് പരിശോധിക്കുക. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. കൊണ്ടുവന്ന നേതാവിൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSF-ന്റെ പ്രഥമ പ്രസിഡന്റ് E അഹമ്മദ് എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും നേതാവാണ്. അവിടെയും തീർന്നോ? തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സർവകലാശാല കൊണ്ടുവന്ന നേതാവിന്റെ പേര് ET മുഹമ്മദ് ബഷീർ എന്ന CH-ന്റെ പിൻഗാമിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് CH മുഹമ്മദ് കോയ എന്ന MSF-ന്റെ നേതാവാണ്. മലയാളം സർവകലാശാല PK അബ്ദുറബ്ബ് എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ്. സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് പ്രിയങ്കന ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പുതിയ കാലത്ത് DYFIയുടെ പ്രസിഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കാലത്ത് ഈ കൊടി പിടിക്കാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ പുതിയ ടെക്നോളജിയുടെ കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ 2 സർവകലാശാല, ഒന്ന് കുസാറ്റും ഒന്ന് KTയുമാണ്. ഞങ്ങളുടെ കൊടി പിടിക്കാൻ ആര് എന്ന് ചോദിക്കുന്ന DYFIയോടും SFIയോടും ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ടെക്നോളജി പഠിക്കാൻ നിനക്ക് 2 സർവകലാശാലയുണ്ടെങ്കിൽ ആ 2 സർവകലാശാലയും നിർമ്മിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് വൈകിയ വേളയിൽ ഞാൻ പറയുന്നത്, വിളിച്ച മുദ്രാവാക്യം മാറിപ്പോയിട്ടില്ല, പിടിച്ച കൊടിയും മാറിയിട്ടില്ല. ഈ മുന്നോട്ടുള്ള പ്രയാണം അത് മുന്നേറുക തന്നെ ചെയ്യണം. വരാൻ പോകുന്ന കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരുപക്ഷെ മലപ്പുറം കഴിഞ്ഞാൽ ഞാൻ ഈ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ തവണ വന്നതും ഏറ്റവും കൂടുതൽ ഇലക്ഷൻ പ്രോസസ്സിൽ ഇടപെട്ടതും കാസർഗോഡ് ജില്ലയിലാണ്. അതിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കാസർഗോഡ് നിന്ന് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് അത് MSF-ന് ഉണ്ടാകണമെന്ന് അതിതീവ്രമായി നമ്മൾ ആഗ്രഹിച്ചു. അനസ് പ്രസിഡന്റും ഇർഷാദ് സെക്രട്ടറിയും
സാധ്യമാകുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സവാദും താഹ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി എത്തി നിൽക്കുമ്പോൾ അത് കൈപ്പിടിയിൽ ഒതുങ്ങാൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എത്താവുന്നിടത്തേക്ക് അത് എത്തിയെങ്കിൽ 2025 സമ്മേളന കാലം അടയാളപ്പെടുത്തുക ചെങ്കോട്ടയായി നിങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ഈ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് അത് MSFന്റെ ദ്വിവർണ്ണ പതാക പാറുന്ന ഒരു കിനാവ് കണ്ടാണ് ഈ സമ്മേളന നഗരിൽ നമ്മൾ പിരിഞ്ഞു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MSF. ഈ സംഗമത്തിൽ